എടോ ഗേറ്റ് തുറക്ക്. ദൈവമേ, ഒരു വണ്ടി പ്രേതങ്ങളോ? അല്ല, പെമ്പിള്ളേഴ്സ്. എവിടുന്ന് വരുന്നോ കുറ്റിയും പറിച്ചോണ്ട്? മതില് ചാടിയതാ ഭ്രാന്താശുപത്രിന്ന്. ഭ്രാന്താശുപത്രിന്നോ? എടാ പൊട്ടാ, താൻ ആരാ? ഇത് കണ്ടോ, ഞാൻ ഇവിടുത്തെ പുതിയ വാച്ച്മാൻ ആണ്. ഓഹോ. അതെ, എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം. മര്യാദയ്ക്ക് അങ്ങാട്ടാ വാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ തനി രൂപം കാണേണ്ടി വരും. ആഹാ, എങ്കിൽ ഇയാളുടെ തനി രൂപം ഞങ്ങളൊന്ന് കാണട്ടെ. എടാ കുട്ടാ, കുറെ പെണ്ണുങ്ങൾ ഗേറ്റ് ചാടി എന്നെ ബലാത്സംഗം ചെയ്യാൻ വരണ്ട. ഇതേതാടി ഉജാലമുക്കിയ പോലെ ലൈറ്റ്. ഭ്രാന്താശുപത്രിയിൽ ചാടി വന്നവരാണ്. ആരാ നിങ്ങളൊക്കെ? ആദ്യം താൻ ആരാണെന്ന് പറ. ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ. നിങ്ങക്ക് എന്താ വേണ്ടത്? അതെന്തിനാ താൻ അറിയുന്നേ? പൊന്നുമോൻ ഗേറ്റ് തുറക്ക്. നിങ്ങൾ ആരാ, എന്താ, എവിടുന്നൊക്കെ അറിയാണ്ട് എങ്ങനെ ഗേറ്റ് തുറക്കും എന്റെ പൊന്നുമോളെ? എടോ, ഇവള് ഈ തറവാട്ടിലെയാ? ആണോ? പക്ഷെ തറവാട്ടി പറഞ്ഞ കോലൊന്നും കണ്ടാ തോന്നൂല്ലോ. എന്താ അവിടെ ഒരു ബഹളം? മേജർ അങ്കിൾ, ഇത് ഞാനാ, ശ്രീബാല. ഏതോ ബാലക്കാരാന്ന്. പരിപാടി ബുക്ക് ചെയ്താടാ? ആഹാ, ശ്രീബാലയാണോ? കേറി വാ മോളെ. അതിന് ഗേറ്റ് തുറക്കണ്ടേ? അതെന്താ തുറക്കാത്തേ? ഇവരെ തിരിച്ചറിഞ്ഞില്ല. ഇവിടെ വാടാ. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ഒരിക്കലും പുറത്ത് നിർത്തരുത്. നിന്റെയൊക്കെ പണി ഞാൻ തെറിപ്പിക്കും. അയ്യോ വേണ്ട, ഇനി പ്രായപൂർത്തിയായ പെണ്ണുങ്ങളെ എവിടെ കണ്ടാലും ഞാൻ വിളിച്ച് വീട്ടിനകത്ത് കയറ്റിക്കോളാം. പോയി ഗേറ്റ് തുറക്കടാ. ഓ, ഇതിൽ പ്രായപൂർത്തിയാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറിയുന്നോളെ. ടച്ച് ചെയ്യരുത്, എനിക്ക് കോടതി കയറാൻ വയ്യ. ഇത്രയും പേർക്ക് അകത്ത് കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ ഒന്ന് രണ്ടെണ്ണത്തിന് നമ്മുടെ റൂമിൽ കിടത്താം. വേണ്ട. വേണ്ടേ? അവർക്ക് ചിലപ്പോ ഒരു സന്തോഷാവും അത്. എവിടുന്ന് കിട്ടിയവന്മാരെ? കുട്ടി ക്ഷമിക്കണം, ഞങ്ങൾ ആളറിയാതെ. ഒരു കാര്യസ്ഥൻ ആദ്യം തിരിച്ചറിയേണ്ട തറവാട്ടിലെ ആൾക്കാരെയാ. അതെ, ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ കുട്ടികൾ ഈ വീട്ടിലെ 2 രത്നങ്ങളാണ്. കല്യാണം കഴിക്കാത്ത എന്റെ കോടിക്കണക്കിനുള്ള സ്വത്തിന്റെ അവകാശികളും ഇവരാണ്. നിങ്ങൾ ഇവരെ പൊന്നു പോലെ നോക്കണം. എന്റെ ഫുൾ നോട്ടം ഇനി ഇങ്ങോട്ടായിരിക്കും. ഊറി ഊറി വരുന്നു. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ വൃത്തിയായിട്ട പണി ഇവിടെ ചെയ്യരുതെന്ന്? വൃത്തികെട്ട പണിയാ എടാ, ഇത് വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ട പണിയാ. ഇത് വൃത്തികെട്ട പണി, അത് മാത്രം പറയരുത്. ഇതെനിക്ക് വേണ്ടി മാത്രമല്ല, നാളെ മുതൽ ആ പൊട്ടക്കണ്ണം പട്ടാളക്കാരൻ ഇങ്ങനെ ചോദിച്ചോണ്ട് എന്റെ പിറകെ വരും. ഇല്ലെങ്കിൽ വരുത്തും ചാത്തന്മാർ. എന്താണത്? ബാറ്ററി ചാർജ് കിട്ടാൻ, വല്ലി അടിച്ച് പാമ്പായി ഇങ്ങനെ എഴയാൻ. മദ്യത്തിനെതിരായി സംസാരിക്കുന്ന ആ പട്ടാളക്കാരനെ നാളെ മുതൽ ഇത് അടുപ്പിച്ചടുപ്പിച്ച് ഞാൻ പാമ്പാക്കും. കുറച്ച് പാറ്റയുടെയും കൂടെ കുറവുണ്ട്. അത് നീ എന്റെ കഞ്ഞിയിൽ ഇട്ടോണ്ടിരിക്കല്ലേ? എടാ ഞാൻ എടാ കുട്ടാ, നീ ഉറങ്ങാൻ പോവാണോ? അല്ല, തലകുത്തിക്കാൻ പോവാ. കിടന്നുണ്ടോ? ആ, പുതിയ രീതിയാ. എടാ കുട്ടാ. എന്തടാ പൊട്ട? എടാ, ആദ്യം ഉടക്ക്, പിന്നെ പ്രണയം. ഈ രജനീകാന്ത് പടങ്ങളുടെ രീതി വെച്ച് ഇളയ കാന്താരി നിനക്ക് വിടുമെന്ന് ഉറപ്പാ. കല്യാണം മുടങ്ങി നിൽക്കുന്ന ആ മൂത്ത കാന്താരിയെ എനിക്ക് വീഴ്ത്തണം. അതിനെന്താടാ ഒരു വഴി? നടക്കുമ്പോ ഇടങ്കാലിട്ട് വീഴ്ത്തിയാ മതി, അല്ലെങ്കിൽ പഴുത്തുലിട് നടുനെല്ലി വീണോളൂ. നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറല്ലേ. അവളെ ഞാൻ എന്റെ സ്വപ്നത്തിലേക്ക് കൊണ്ടുവരട്ടെ. കുട്ടാ, അവള് വരുന്നുണ്ടടാ. ഭ്രാന്തളയ വിത്ത് കളയ പോലെ. ഇതെന്താടാ പെണ്ണുങ്ങളുടെ ഒരു ബഹളം? മൊത്തത്തിൽ കഴുക്കൂലും വിളിച്ചു വരികയാണോ? സൂപ്പർ സൂപ്പർ. ഇതൊരു കലക്കും. ഇതോ എന്താണോ, ഉറങ്ങിയില്ലേ? അല്ല, കാളരാഗം കേട്ടിട്ട് ഇവന് ഉറക്കം വരുന്നില്ല. കാളരാഗോ? ഇവനാരടാ? ഞങ്ങൾ വടിവേലുക്കൾ. നാളെ ശ്രീബാല കോളേജിൽ കയ്യടി വാങ്ങിക്കാൻ പോകുന്ന പാട്ടായത്. കഴുതയ്ക്കും കച്ചേരിക്കും തമ്മിൽ എന്താ ബന്ധം? ഈ കഴുത എന്ന് ഉദ്ദേശിച്ചത് തന്നെയാണോ? ഒരു കഴുതയ്ക്ക് കാര്യം മനസ്സിലായി. താങ്ക് യു. ആ കുട്ടി
സംഗീതത്തെ കുറിച്ച് എനിക്ക് അങ്ങനെ വലിയ വിവരമൊന്നുമില്ല. എന്നാലും ചോദിക്കാം, ഇതൊക്കെ കോളേജിലേക്കോ? ഏൽക്കും. അടിച്ചേൽപ്പിക്കണം. വേണ്ടേ? എനിക്കെന്നെ തോന്നണില്ല. ആ. വരികൾ കൊള്ളാം, നല്ല കവിത. പക്ഷേ എന്ത് പക്ഷേ? അല്ല, ഈ ക്ലാസിക്കൽ സോങ് അവതരിപ്പിക്കാൻ എന്തിനാ വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ? അത് വേറൊരു പ്രോഗ്രാമിന്. അതേതായാലും നന്നായി. ഈ ക്ലാസിക്കലിന്റെ കൂടെ കുറച്ച് വെസ്റ്റേൺ കൂടി മിക്സ് ചെയ്താ കോളേജിലെ കുട്ടികളെ കയ്യിലെടുക്കാൻ എളുപ്പാ. ക്ലാസിക്കലിൽ വെസ്റ്റേൺ മിക്സ് ചെയ്യാനോ? അതെ. പിന്നെ ശുദ്ധമായ റം പാൽപായസത്തിൽ പോലും മിക്സ് ചെയ്യാം. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഏയ്, ഞാൻ ഒരു ആവശ്യത്തിന് പറഞ്ഞാണ്. എന്റെ കയ്യിൽ റമ്മേ ഉള്ളൂ, പാൽപായസം ഇല്ല. വേണ്ട. Krishna, Krishna, Hare Krishna, Krishna, Gopangana, Manivarna, Krishna. നീ ഇന്നെന്നെ മറന്നോ, എന്റെ സ്നേഹം മറന്നോ, കണ്ണാ എൻ കാർവർണ്ണ. ഞാൻ നിന്നോടെ കുടലിൽ ഗാനപ്പാൽ കടലായി താനേ വിണലിഞ്ഞതല്ലേ. ധീരസമീരെ യമുനാ തീരെ വസതി വനേ വനമാലി. കൃഷ്ണ ഗോപി ദീന പയോധര മർദ്ദന ചഞ്ചല കരയുഗശാലി. കൃഷ്ണ നീ ഇന്നെന്നെ മറന്നോ, എന്റെ സ്നേഹം മറന്നോ, കണ്ണാ എൻ കാർവർണ്ണ. നിർത്തടാ. ഇതാണ് യഥാർത്ഥ കാളരാഗം. ഇത് സംഗീതത്തെ അപമാനിക്കലാണ്. കോളേജിന്റെ പടിവാതിൽ കണ്ടിട്ടില്ലാത്തവൻ എങ്ങനെയാ കോളേജിന്റെ ട്രെൻഡ് അറിയുന്നത്? കാര്യസ്ഥൻ സംഗീതത്തിൽ ഇടപെടണ്ട. ഇയാളെ പോയട്ടെ. ഇതാ സത്താർ, അല്ല ഗിറ്റാർ. പ്രോഗ്രാം നന്നാക്കണം. ഓൾ ദി ബെസ്റ്റ്. Thank you. അവന്മാർ എവിടെ? ഓ, ഇങ്ങ് വന്നേ. ഇവിടെ ഉണ്ട്. നീ ഇവരുടെ കൂടെ കോളേജ് വരെ പോണം, സാധനങ്ങളൊക്കെ എടുക്കാൻ സഹായിക്കണം. മറ്റേ കൊന്തനെ കൂടെ കൂട്ടിക്കോ. ഇവന്മാര് വേണ്ട. വേണം. ഇങ്ങ് വന്നേ. കോളേജിലെ പ്രോഗ്രാമിന് നിനക്ക് കിട്ടുന്ന കയ്യടി ആ തെണ്ടികളിൽ കൂടെ കൂടി ഒന്ന് കാണട്ടെ. ആയിക്കോട്ടെ. നീ ആരാ? ആ പറഞ്ഞ തെണ്ടുകളിൽ ഒരാൾ. ഓ, അവളോട് പറഞ്ഞ രഹസ്യം കേൾക്കാൻ നീ എന്തിനാ ചെവി കൊണ്ട് വന്നത്? ഓ. എല്ലാരും ഇറങ്ങ വേഗം. ഇതാണ് കോളേജ്. ആണോ? സ്കൂളിൽ പോകാത്ത നിനക്ക് കിട്ടിയ ആദ്യത്തെ അവസരമല്ലേ, ശരിക്കും ആസ്വദിച്ചോളൂ. അതെ, 7ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയ നിനക്കും ആസ്വദിക്കാം. ദേ അവൻ ആനന്ദ്. ഇന്ന് ശ്രീബാലയുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞു. കൺഗ്രാലേഷൻസ്. താങ്ക്സ്. നിന്റെ താങ്ക്സ് വാങ്ങി പോക്കറ്റിലിട്ടാ അത് ദൈവത്തിന് നിരക്കാത്ത ഏർപ്പാടായി പോകും. നിന്റെ പ്രോഗ്രാം കൂവി തോൽപ്പിക്കാനുള്ള റിഹേഴ്സൽ കഴിഞ്ഞ് വരുന്നവരാ ഞങ്ങൾ. ആനന്ദ്, കുടുംബ വൈരാഗ്യം തീർക്കാനുള്ള സ്ഥലമല്ല കോളേജ്. കുത്തെഴുത്തുകാരെ തോൽപ്പിക്കാനുള്ള ഒരു അവസരവും ഞങ്ങൾ കിഴക്കെടുത്തേര് പാഴാക്കില്ല. I'll complain to the principal. നീ കംപ്ലൈന്റ് ചെയ്ത പ്രിൻസിപ്പൽ എന്താടി എന്നെ മൂക്കി വിളിച്ചേറ്റു? അയ്യോ, ഓടി. എന്താ അവിടെ? നത്തിങ് സർ. ശ്രീബാലയുടെ പ്രോഗ്രാമിന് ഒരു കൺഗ്രാറ്റ്സ് പറയായിരുന്നു. ഓക്കെ ഇവിടെ കിടന്ന് ചുറ്റി തിരിയാതെ എല്ലാരും ഓഡിറ്റോറിയത്തിലേക്ക് പോകണം. ഞാൻ വെരി സ്ട്രിക്റ്റ് ആണെന്ന് അറിയാമല്ലോ. ശരി, എല്ലാരും പിരിഞ്ഞു പോ.